യുദ്ധം തുടങ്ങുമ്പോൾ സാധാരണ എന്ത് സംഭവിക്കും? സ്വർണത്തിന്റെ വില കുതിച്ചുയരുന്നതാണ് നമ്മൾ സാധാരണ കാണുന്നത്. എന്നാൽ ഇപ്പോൾ യുദ്ധം കത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ സ്വർണത്തിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സാധാരണ മാർക്കറ്റ് മൂവ്മെന്റ് ആണോ, അതോ ഇതൊരു വലിയ സിഗ്നൽ ആണോ? മാർച്ചിന്റെ തുടക്കത്തിൽ 1.73 ലക്ഷം രൂപയായി കുതിച്ച സ്വർണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി 10 മുതൽ 12% വരെ ഇടിഞ്ഞിരിക്കുകയാണ്. ഇതൊരു സാധാരണ കാര്യമാണോ, അതോ ഒരു വലിയ ക്രാഷിന്റെ തുടക്കമാണോ, അതോ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ഇതിനോടകം തന്നെ നെക്സ്റ്റ് മൂവ് സ്റ്റാർട്ട് ചെയ്തോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വർണത്തിന്റെ വില ഇങ്ങനെ കുറയാനുള്ള കാരണം എന്താണ്, ഇപ്പോൾ സ്വർണം വാങ്ങണോ അതോ കാത്തിരിക്കണോ, ഇനി വരും ദിവസങ്ങളിൽ സ്വർണത്തിന്റെ വില കൂടാനാണോ കുറയാനാണോ സാധ്യത എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. സാധാരണയായി യുദ്ധഭീഷണി ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും സുരക്ഷിതമായ ആസ്തിയായി സ്വർണത്തിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ സ്വർണത്തിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് തുടക്കത്തിൽ 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 1.73 ലക്ഷം എന്നൊരു റെക്കോർഡ് പ്രൈസിൽ എത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണത്തിന്റെ വില താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 15 ദിവസത്തിൽ മാത്രം ഇന്ത്യൻ മാർക്കറ്റിൽ 10 മുതൽ 12% വരെ സ്വർണത്തിന് ഇടിവ് വന്നിട്ടുണ്ട്. സ്വർണത്തിന്റെ തിളക്കം നഷ്ടപ്പെടുകയാണോ, അതോ വലിയ ഉയർച്ചയ്ക്ക് മുൻപുള്ള ഒരു ശാന്തത മാത്രമാണോ ഇത്? നമ്മൾ ഈ ഒരു സ്വർണത്തിന്റെ വില കുറയാനുള്ള കാരണത്തിലേക്ക് വിശദമായി പോകുന്നതിന് മുമ്പ് ഈ ഒരു വർഷം 2026 ജനുവരി മുതൽ സ്വർണത്തിനുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ, വിലയിലുണ്ടായ മാറ്റം എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ വില കുറയാനുള്ള കാരണമെന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് സ്വർണത്തിന്റെ വില ജാനുവരി മുതൽ ഒന്ന് പരിശോധിക്കാം. ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. 2026 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഒരു സമയത്ത്, ആ ഒരു ടൈം പീരീഡിൽ സ്വർണത്തിന് 24 ക്യാരറ്റ് ഗോൾഡ് പ്രൈസിൽ ഉണ്ടായ മാറ്റം പെർ ഗ്രാമിനാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് സെന്റിമെന്റ്, മാർക്കറ്റിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ജാനുവരി 15 നോക്കുകയാണെങ്കിൽ 24 ക്യാരറ്റ് ഗോൾഡിന്റെ പ്രൈസ് പെർ ഗ്രാം, 1 ഗ്രാമിന് ആ ഒരു സമയത്ത് 13,500 രൂപയായിരുന്നു. അപ്പോൾ സ്ഥിരമായ ഉയർച്ചയായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ആ ഒരു മാസത്തിൽ തന്നെ ജാനുവരി 29 നോക്കുകയാണെങ്കിൽ 24 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാം സ്വർണത്തിന് 17,900 രൂപയായിരുന്നു. ഓൾ ടൈം ഹൈ ആയിരുന്നു. അതായത് ആ മാർച്ച് 15 മുതൽ 29 വരെയുള്ള ആ ഒരു സമയത്ത് സ്വർണത്തിന്റെ വില ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും 13,000 നിന്ന് 17,000 എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് മന്തായ ഫെബ്രുവരി നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 15 സ്വർണത്തിന്റെ വില 16,200 രൂപയായിരുന്നു. അപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, ചെറിയ കുറവ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടു. ഇനി നമ്മൾ മാർച്ച് മാസത്തിലേക്ക് കടക്കുകയാണ്. മാർച്ച് 2 17,300 രൂപയായി സ്വർണത്തിന്റെ വില ഉയർന്നു. അപ്പോഴേക്കും യുദ്ധത്തിന്റെ ഭീഷണി ഉയർന്നിട്ടുണ്ട്, യുദ്ധം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാർച്ച് 12 നോക്കുകയാണെങ്കിൽ അപ്പോൾ സ്വർണത്തിന്റെ വില കുറയുകയാണ് ചെയ്തത്. 24 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് മാർച്ച് 12 16,080 രൂപയായിരുന്നു. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭമായിരുന്നു. ഇനി നമ്മൾ മാർച്ച് 20 നോക്കുകയാണെങ്കിൽ 24 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 16,000 രൂപയിൽ നിന്ന് 14,000 രൂപയായി കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു വലിയ ഇടിവാണ് നമുക്ക് മാർക്കറ്റ് സെന്റിമെന്റ്സിൽ കാണാൻ സാധിച്ചത്. ഇനി നമ്മൾ മാർച്ച് 23 നോക്കുകയാണെങ്കിൽ ആ ഒരു സ്വർണത്തിന്റെ പ്രൈസ് 24 ക്യാരറ്റ് 1 ഗ്രാം ഗോൾഡിന്റെ പ്രൈസ് 14,165 രൂപയായി കുറയുകയാണ് ചെയ്തത്. ഇപ്പോഴും താഴോട്ട് തന്നെയാണ് സ്വർണത്തിന്റെ വില പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഇതൊരു വലിയൊരു തിരിച്ചടി ആകുമോ എന്നൊരു സംശയമുണ്ട്. അതിനൊക്കെ ഉത്തരം ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പരിശോധിച്ചത് ഈ ഒരു വർഷത്തെ 2026 ജനുവരി മുതൽ ഈ ഒരു ടൈം പീരീഡ് വരെയുള്ള സ്വർണത്തിന്റെ പ്രൈസിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മുതൽ മാർച്ച് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ പ്രൈസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സ്വർണത്തിന്റെ വില ഉയരാൻ സാധ്യതയുണ്ടോ, അത് കുറയാനാണോ സാധ്യത? ഇപ്പോൾ കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്വർണ്ണവില കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ശരിയായ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക
കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ്. ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റുകൾ നേടാൻ സാധിക്കും. പ്രതിമാസം വെറും 595 രൂപ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ വരെ ലൈഫ് കവർ നേടാൻ സാധിക്കും. നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു ശമ്പളം വാങ്ങുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ വർഷത്തിൽ 15% ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും. നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ 15% ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും. യോഗ്യമായ ക്ലെയിമുകൾക്ക് 3 മണിക്കൂറിനുള്ളിൽ തന്നെ ക്ലെയിം സെറ്റിൽമെന്റ് ഗ്യാരണ്ടിയും ഇവർ നൽകുന്നുണ്ട്. 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ഉയർന്ന റേഷ്യോ ആണ് ഇത്. സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റിലൂടെ യോഗ്യമായ പ്ലാനുകൾക്ക് അടച്ച പ്രീമിയത്തിന്റെ 100% തിരികെ ലഭിക്കുന്നു. അതുകൊണ്ട് ഏജന്റുമാരുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് വാങ്ങുന്നതിന് പകരം നിങ്ങൾക്ക് ഓൺലൈനായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാൻ ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രീമിയം മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുഴുവൻ വിവരങ്ങളും പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് യോഗ്യമായ പ്ലാൻ സ്വീകരിക്കാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് സ്വർണത്തിന്റെ വില ഇടിയാനുള്ള 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോകത്ത് യുദ്ധം നടക്കുമ്പോഴും സ്വർണത്തിന്റെ വില കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോമിനന്റ് ഡോളർ, ശക്തമായ ഡോളർ. ഈ ഒരു വാർ നടക്കുന്ന സമയത്ത്, ഈ ഒരു ക്രൈസിസ് നടക്കുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിനോടൊപ്പം തന്നെ US ഡോളറിലും ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡോളർ ഇൻഡെക്സ് വളരെ ഉയർന്ന സാഹചര്യത്തിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഗോൾഡിനെ അന്താരാഷ്ട്രമായി കൂടുതൽ ചിലവേറിയതാക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ സ്വർണം വിൽക്കുകയും സ്വർണത്തിന്റെ വില കുറയാൻ ഒരു കാരണമായി മാറുകയും ചെയ്യുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ കാരണം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ കാരണമാണ് US ഫെഡറൽ റിസർവ്, ദ ഫെഡ്സ് അയൺ ഗ്രിപ്പ്. ക്രൂഡ് ഓയിൽ പെർ ബാരൽ $110 കടന്നതോടെ ഇൻഫ്ലേഷൻ വീണ്ടും ഉയരുകയാണ്. ഇത് നിയന്ത്രിക്കാനായി US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉയർന്ന പലിശ നിരക്ക് ഗവൺമെന്റ് ബോണ്ട്സിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഇത് കാരണം ഗോൾഡിലേക്കുള്ള നിക്ഷേപം കുറയുകയും സ്വർണത്തിന്റെ വില കുറയുന്നതിന് ഇതൊരു കാരണമായി മാറുകയും ചെയ്യുന്നു. മൂന്നാമത്തെ കാരണമായി നമ്മൾ എടുത്തു പറയുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ്. 2025 കണക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ നിന്ന് ഏകദേശം 70% റിട്ടേൺ നേടാൻ സാധിച്ചു. അതിനാൽ തന്നെ വലിയ ഇൻവെസ്റ്റർമാർ പ്രോഫിറ്റ് ലോക്ക് ചെയ്യുന്നതിനായി ഗോൾഡ് വിറ്റ് പുറത്തേക്ക് വരുന്നു. ഇക്കാരണം കൊണ്ടുകൂടിയാണ് സ്വർണത്തിന്റെ വില ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ റീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ലിക്വിഡിറ്റി. ഇപ്പോൾ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റും നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് തകരുമ്പോൾ അവരുടെ ലോസുകൾ കവർ ചെയ്യാൻ വലിയ കമ്പനികൾ അവരുടെ സ്വർണങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ വലിയ എമൗണ്ടിൽ ആളുകൾ സ്വർണം വിൽക്കുമ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ കൂടുതൽ സ്വർണം വരികയും ആ ഒരു സ്വർണത്തിന്റെ പ്രൈസ് കുറയാനും സാധ്യത വരുന്നു. അതുകൊണ്ട് കൂടിയായിരിക്കാം ഇപ്പോൾ സ്വർണത്തിന്റെ വില കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സ്വർണത്തിന്റെ വില കുറയാനുള്ള 4 കാരണങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാകും, ഇനി സ്വർണത്തിന്റെ വില 1 ലക്ഷത്തിൽ താഴെ വരുമോ എന്നത്. അതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. വിദഗ്ധർ പറയുന്നത് അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ്. പല അനലിസ്റ്റുകളും വിശ്വസിക്കുന്നത് 10 ഗ്രാം സ്വർണത്തിന് 1.20 ലക്ഷം രൂപ ലെവലിൽ ഒരു ഹാൻഡ് ഫ്ലോർ ഉണ്ട്. സ്വർണത്തിന്റെ വില താഴെ ആവുകയാണെങ്കിൽ സെൻട്രൽ ബാങ്കും അതുപോലെ തന്നെ RBIയും കൂടുതൽ സ്വർണം വാങ്ങാനും സാധ്യതയുണ്ട്. ഇനി നമ്മളൊരു പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ മോട്ടിലാൽ ഓസ്വാൾ ആൻഡ് ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് 2026 ദിവാലി ആ ഒരു സമയത്ത് സ്വർണത്തിന്റെ വില 1,85,000 രൂപ വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ്. ചിലപ്പോൾ ഈ ഒരു വർഷാവസാനത്തിൽ സ്വർണത്തിന്റെ വില 2 ലക്ഷം രൂപ വരെ എത്താനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ സ്വർണത്തിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ സ്വർണം വാങ്ങാനുള്ള ഒരു ടൈം കൂടിയാണ്. ഈ ഒരു സമയത്ത് വാങ്ങുകയാണെങ്കിൽ ഇനി വരും സമയങ്ങളിൽ സ്വർണത്തിന്റെ വില കൂടാനും നമുക്ക് ആ ഒരു ഗോളിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് നേടാനും സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ സ്വർണത്തിന്റെ വില കുറഞ്ഞു എന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. ഇനി വരും ദിവസങ്ങളിൽ സ്വർണത്തിന്റെ വില ഉയരാനാണ് സാധ്യത കൂടുതൽ. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള ഈ ഒരു കാലത്ത് ഗോൾഡ് എപ്പോഴും ഒരു ലോങ് ടേം വിന്നർ ആണ്. മുഴുവൻ പണവും സ്വർണത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് പലതരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുവേണ്ടിയുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാനും പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിച്ചപ്പോൾ നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു കുറഞ്ഞ കാലയളവിൽ സ്വർണത്തിന്റെ വില കുറയാനുള്ള കാരണം എന്താണ്, അതിന്റെ റീസൺസ് എന്തൊക്കെയാണ് നമ്മൾ വ്യക്തമായി പരിശോധിച്ചു. ഇനി സ്വർണത്തിന്റെ വില കൂടാനാണോ കുറയാനാണോ സാധ്യത എന്നതിനെ കുറിച്ചും നമ്മൾ അവലോകനം നടത്തി. ഈ ഒരു വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ പറയാം, നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.